സാർ, ഈ കഴിഞ്ഞ ദിവസമാണ് മലയാള മനോരമയിൽ 2 ദിവസം മുന്നേ മനോരമയിൽ വന്ന മെയിൻ സ്റ്റോറിയാണ്. മിഥുൻ കുര്യാക്കോസ് എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനെതിരെ ED സമൻസ് അയച്ചിരുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത. ആ വാർത്ത ഏത് സമൻസ് ആണെന്ന് പോലും അതിലില്ല. സമൻസ് അയച്ചു. EDയുടെ സമൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ അന്ന് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചർച്ചകളൊക്കെ നടത്തി. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ആ സമൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ക്രൈം നന്ദകുമാർ ചീഫ് എഡിറ്റർ, ക്രൈം പ്രസ്ഥാനങ്ങളുടെ ചീഫ് എഡിറ്റർ ക്രൈം നന്ദകുമാർ നൽകിയ ഒരു ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ഒരു പെറ്റീഷനിലാണ് ഇങ്ങനെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഇതിലിപ്പോൾ നമുക്ക് പറയേണ്ടത്, ഈ മനോരമയിലെ വാർത്ത മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചത് ലാവ്ലിൻ കേസിൽ എന്ന് പറഞ്ഞുകൊണ്ട് ED സ്ഥിരീകരിച്ചിട്ടാണ് സമൻസ് അയച്ചെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. ഇന്നലെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി പറയുന്നു ആ സമൻസ് കണ്ടിട്ടില്ല. അദ്ദേഹം അത് തമാശ രൂപേണ ഇന്നലെ അവിടെ വന്ന പത്രപ്രവർത്തകരോട് വളരെ നിസ്സാരം പോയിട്ട് പറഞ്ഞു, ഞങ്ങളിത് കണ്ടിട്ടില്ല. അങ്ങനെ എനിക്കിപ്പോൾ വന്നിരിക്കുന്ന EDയോട് നിങ്ങളൊരു കടലാസ് അയച്ചെന്ന് പറഞ്ഞല്ലോ, അതിങ്ങി താ എന്നെനിക്ക് ചോദിക്കാൻ പറ്റും. സാർ, മുഖ്യമന്ത്രി താമസിക്കുന്നത് ഔദ്യോഗിക വസതിയാണ്. സമൻസ് അയച്ചെന്ന് പറയുന്നത് EDയാണ്. ഇത് കൈപ്പറ്റിയ ആളുണ്ടാവില്ലേ? സമൻസ് കണ്ടവരുണ്ടാവില്ലേ? അപ്പോൾ ഇന്നലെ ഇവിടെ പോയിരുന്ന പത്രപ്രവർത്തകർ, ഒരൊറ്റ മനുഷ്യർ ഈ സമൻസ് അയച്ചു എന്ന് പറയുന്ന വാർത്ത കൊടുത്ത പത്രത്തിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നൊരു ചോദ്യം ചോദിച്ചില്ല. അല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് എൻ്റെ മകനെതിരെ ഇങ്ങനെ വാർത്ത പടച്ചുവിട്ട മനോരമയ്ക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറയുന്ന പോട്ടെ, ഈ മാധ്യമപ്രവർത്തകർക്ക് എന്തായിരുന്നു? ഇവരെല്ലാം വലിയ കൊടികെട്ടിയ വാർത്തകൾ അടിക്കുന്നവരാണല്ലോ. നമ്മൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെക്കുറിച്ച്, അത് പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ രണ്ടാമത്തെ ടേം തുടങ്ങി, അതിനു മുമ്പ് തന്നെ തുടങ്ങി, രണ്ടാമത്തെ ടേം തുടങ്ങിയപ്പോൾ തൊട്ട് തുതിപാഠകരുടെ ഒരു വൃന്ദമായിട്ടത് മാറി. അല്ല, ഇവർക്ക് ഭയങ്കര പേടിയും ഭയവും ഒക്കെ. ആരെയൊക്കെ ഇവർ പേടിക്കുന്നു, ഭയപ്പെടുന്നു. പണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്ന രാംനാഥ് ഗോയങ്ക ഇന്ത്യയിലെ എല്ലാ പത്രാധിപർമാർക്കും ഒരു കത്തയച്ചു. നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട വൃത്തികേടുകളെയും എതിർക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അനുകൂലിക്കാതിരിക്കാം. ആദ്യത്തെ വാചകത. മുന്നേ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറയുമ്പോൾ മുട്ടയിൽ കഴിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, നടന്നു തന്നെ നേരെ തല ഉയർത്തി തന്നെ നിങ്ങൾ നടക്കുക. ഈ അവസാനത്തെ വാചകമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പത്രപ്രവർത്തകർ പഠിക്കേണ്ട ബാലപാഠം. അവർ പത്രപ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും ആ ചെയ്യുന്ന ജോലി സത്യസന്ധമാണെങ്കിൽ, ഇപ്പോൾ ഈ വാർത്ത മനോരമയിൽ വന്നു എന്നുള്ളൊരു സത്യമുണ്ട്. ഇത് ഞങ്ങളുടെ മുമ്പിൽ സാർ, അത് ആധികാരികമായി കിട്ടിയിട്ട് തന്നെ ഈ മനോരമയിൽ വന്നിരിക്കുന്ന വാർത്ത ഒന്നുകിൽ നിങ്ങൾ മനോരമക്കെതിരായിട്ട് പ്രസ് കൗൺസിലിൽ നിങ്ങൾക്ക് പോകാം. തെറ്റായ വാർത്തയാണ്. പ്രസ് കൗൺസിലിൻ്റെ അതോറിറ്റിയാണ് മനോരമയുടെ വാർത്ത. പക്ഷെ അവർ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അത് ട്വിസ്റ്റ്, ഇത് കിട്ടിയില്ലെന്ന് പിണറായി വിജയനാണ് പറയുന്നത്. വിവേക പറയേണ്ടത്, വിവേകിനെ കൊണ്ട് പറയിപ്പിക്കാമല്ലോ. വിവേകിനെ കൊണ്ട് എന്തുകൊണ്ടും ഒരു പത്രസമ്മേളനത്തിലോ അല്ലെ പത്രക്കുറിപ്പായിട്ടെങ്കിലും വിവേക് പറയാം എനിക്ക് സമൻസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ പറയുന്ന വിവേക് അവിടെ ഒരു വാചകം കൂടെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ. ഇവിടെ എത്ര മുറിയുണ്ടെന്ന് പോലും എത്ര മുറിയുണ്ടെന്ന് പോലും പാവം എൻ്റെ മകൻ അറിയില്ല, കുഞ്ഞുമോൻ അറിയത്തില്ല, കൊച്ചുമോൻ അറിയത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവിടെയല്ല താമസിക്കുക. അതിന് പറയുന്നതിൻ്റെ ധ്വനി വിവേക് ഇവിടെയല്ല താമസിക്കുന്നത്. അപ്പോൾ ED തെറ്റായിട്ട് അയച്ച അഡ്രസ്സാണ്. പക്ഷേ EDക്ക് തെറ്റായി അയച്ചാലും ഇല്ലെങ്കിൽ ED ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിവേക് എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയുടെ മകനായിരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ മകനാണെന്നും ആ മകൻ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് എന്നുള്ള തെറ്റായ ധാരണയല്ല. മുഖ്യമന്ത്രിയുടെ മകനാണെന്നുള്ളതും തെറ്റായ ധാരണയായിരിക്കാം. അല്ലെ അങ്ങനെ ആയിരിക്കും ഇവർക്ക് മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് ഇവിടെ ആയിരിക്കും താമസിക്കുന്നത് എന്നുള്ള കണക്കുകൂട്ടലായിരിക്കണം ചെയ്തത്. അത് വേറൊരു കാര്യമില്ലേ. ഒരു എഴുത്ത് വന്നാൽ നമ്മളൊക്കെ സാധാരണ നമ്മുടെ അഡ്രസ്സ് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് റീഡയറക്റ്റഡ് ടു പിണറായി വിജയന് സ്വന്തം മകന്റെ അഡ്രസ് അറിയാം, അവന് യാതൊരു കുഴപ്പമില്ല, നല്ലവനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കാണുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ. ഈ സമൻസ് അല്ലെങ്കിൽ കത്ത് റീഡയറക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ അതിനെന്തേ മുഖ്യമന്ത്രി തയ്യാറാകാത്ത? അതാർക്കെങ്കിലും പത്രക്കാരൻ ചോദിച്ചോ? അങ്ങയുടെ ഓഫീസിലേക്ക് ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ഒരു ഏരിയയാണ്. തീർച്ചയായിട്ടും. അവിടെ EDയിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ അവിടുത്തെ രജിസ്റ്ററുകൾ കാണും. തീർച്ചയായിട്ടും. വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ കാണും. തീർച്ചയായിട്ടും. 2 അല്ലെങ്കിൽ CCTV ക്യാമറ കാണും. ED ഒരാളെ വന്നിട്ടുണ്ടെങ്കിൽ
ആരെന്ന് ഇവർക്ക് അറിയത്തില്ല. അവിടെ സാർ അല്ലെങ്കിൽ പോട്ടെ ഇ ഡി അല്ലെങ്കിലും കൊണ്ടുവന്ന മെസ്സഞ്ചർ ആണെങ്കിലും ആയിരിക്കും അയാൾ ഒപ്പിട്ട് വാങ്ങിച്ച പേപ്പറിൽ ഉണ്ടാവും, അവിടെ ഒപ്പിട്ട് വാങ്ങിച്ച കടലാസ് ഉണ്ടാവും. പക്ഷെ അത് ആ മെസ്സഞ്ചറാണ് വന്ന വിവരം അവിടെ കാണുന്നേ. അത് അറിയാതെ അതറിഞ്ഞുകൊണ്ട് മാത്രം എന്നിട്ട് പറയാ എനിക്കോ എൻ്റെ മകനോ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? അത് അതേപടി വിഴുങ്ങാൻ നമ്മുടെ കുറേ പത്രക്കാർ. അല്ല, മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ആധികാരികമായി മലയാളത്തിൽ മനോരമ എന്ന് പറയുന്ന പത്രം കേരളത്തിലുടനീളം ഏതാണ്ട് എത്രയെങ്കിലും ലക്ഷം കോപ്പിയുള്ളൊരു പത്രമാണ്. അതിനകത്ത് സാധിച്ചു മനോരമയുടെ വാർത്ത കൊണ്ട് സാധിച്ചത് ഫ്രണ്ട് പേജിൽ പറഞ്ഞ പത്മകുമാറിൻ്റെ പടമുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ. ആ പടം അവിടെ ഉണ്ടോ? ഏത് അല്ല, ഇത് ഓരോ വാർത്ത കൊണ്ട് വേറൊരു വാർത്ത ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുക. വടകര ഷാഫിയുടെ പേരിൽ മുക്കും വാർത്ത, ഇവിടെ പത്മകുമാറിൻ്റെ പേരിൽ മുക്കും വാർത്ത, ഇപ്പം മകൻ്റെ പേരിൽ മുക്കി. ഇപ്പോൾ ഈ മകൻ്റെ പേരിൽ മുക്കിയത് പക്ഷേ പൊളിറ്റിക്കലി അക്കൗണ്ടബിലിറ്റി പിണറായി വിജയനിൽ ചെല്ലും. ശബരിമല പിണറായി വിജയനിൽ ചെല്ലാൻ ഇത്തിരി സമയമെടുക്കും. പക്ഷേ ഇത് നേരെ ഡയറക്റ്റായിട്ട് വിവേക് വിജയൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതെവിടെ ചെല്ലും? സാർ, മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചില്ല എന്നുള്ളത് ഇരിക്കട്ടെ, അത് ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, അവരുടെ മാധ്യമധർമ്മത്തിൽ അവർ അത് നിങ്ങൾക്ക് കേസ് കൊടുത്തുകൂടെ എന്ന് തിരിച്ചു ചോദിച്ചില്ല, പോട്ടെ. പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇ ഡി കൊടുത്തു എന്ന് പറയും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ഈ സമൻസ് അയച്ചു എന്ന് ഇ ഡി പറയുന്നു? എന്താ ആവിയായിപ്പോയി? അല്ല, ബി ജെ പിക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനം അത്യാവശ്യം വന്നാൽ മോഡി ഏതെങ്കിലും കാരണത്ത് അന്തർദേശീയ രംഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് UN സെക്രട്ടറി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടി വന്നാൽ പിണറായി വിജയനെ പ്രധാനമന്ത്രിയാക്കാം. ബി ജെ പിയുടെ ഏറ്റവും വിശ്വസ്തനായ പ്രധാനമന്ത്രിയാക്കാം പിണറായി വിജയന്. കാരണം എല്ലാം ഒരേ ടൈപ്പ് ഒരേ രീതിയിൽ വർക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, ആ മോഡി എന്ന് പറഞ്ഞ മനുഷ്യന് സ്വല്പമെങ്കിലും ഒരു ഇത് തോന്നിയ ജാള്യത തോന്നിയില്ലേ? ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവുക നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഴുവൻ കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ട് പോയ പ്രധാനമന്ത്രി ഇതുവരെ ഒരു നടപടി അതിൻ്റെ ഉള്ളിൽ എടുത്തു. അല്ലാതെ ഇവിടുത്തെ ഇരിക്കുന്ന ആരോ എഴുതി കൊടുത്ത PR എഴുതി കൊടുത്ത പത്രം അതൊന്നും അറിയാം. നാട്ടെ പ്രധാനമന്ത്രി പറഞ്ഞ വാചകം അതിലെ പറയാൻ എനിക്ക് അദ്ദേഹം മറന്നുപോയി. അതിലെ പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. ഞാൻ ഇയാളെ കള്ളക്കടത്തൊന്നും നടത്തിയിട്ടുള്ള ന്യായമായ സ്വർണ്ണമാണ് ശേഖരമാണ്, എൻ്റെ ഒറിജിനൽ സ്വർണ്ണ ശേഖരമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞ് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കള്ളക്കടത്തല്ലാതെ തന്നെ ഇവിടെ സ്വർണ്ണം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ശബരിമലയും കൂടെ വന്നപ്പോൾ ഈ സ്വർണ്ണം എല്ലാം കൂടെ ഇവിടുന്ന് വരുന്നതെന്നുള്ള ധാരണ കിട്ടും. അങ്ങനെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ പത്രക്കാർ കാണിച്ചു. പിണറായി വിജയനെ നശിപ്പിച്ചത് കേരളത്തിലെ പത്രക്കാരാണ്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് പിണറായി വിജയനെ നശിപ്പിച്ചത്. സാർ, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പിണറായി വിജയനെ നശിപ്പിച്ചതിൻ്റെ കാരണം ഈ മാധ്യമ പ്രവർത്തകരുടെ സ്തുതിപാഠനം കേട്ട് ഇതെല്ലാം സത്യമാണെന്നും ഞാൻ കാരണഭൂതനാണെന്നും ഞാൻ ഇരട്ടച്ചങ്കനാണെന്നും ഞാൻ ക്യാപ്റ്റനാണെന്നും ഒക്കെ ആര് സ്വയം വിശ്വസിച്ച് പോയ പിണറായി വിജയനാണ് ഇനി മണ്ടത്തരങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രിയുടെ ഒത്താശയങ്ങളും ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? ഉറപ്പായിട്ടും പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയുമോ സാർ? അതായത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇ ഡിയോട് നിങ്ങൾ ഒരു കടലാസ് അയച്ചെന്ന് പറയുന്നു, അതിങ്ങ് താ എന്ന് ഞാൻ പറയണോ? രണ്ട് സംഭവങ്ങൾ കാണണം. രണ്ട് സംഭവങ്ങൾ. ഇന്നലെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്തതിനേക്കാൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മുഖത്തോടെ, സംതൃപ്തമായ മുഖത്തോടെ ഡൽഹി പോയി ഇവരെല്ലാം കൂടെ പോയി ഡൽഹി പോയി അമിത്ഷായും ഗഡ്കരിയും പ്രധാനമന്ത്രിയൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പിണറായി വിജയൻ ഈസ് എൻറ്റയർലി ചേഞ്ച്. അതുമാത്രമല്ല, വിദേശയാത്രയ്ക്കുള്ള അനുമതി കിട്ടി. അത് രണ്ടാമത്തെ അതിപ്പോൾ അടുത്ത സ്റ്റോറി അടുത്ത ചർച്ചയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതാണ് സത്യം. പാവം ഇവിടെ സുരേന്ദ്രനും പഴയ പോലെ ഇങ്ങനെ ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ ഇവർ ചെല്ലും, ഇ ഡി ചെല്ലും എന്നൊക്കെ പറയുന്ന പത്രപ്രസാദം നടത്തിക്കൊണ്ട് ഒരു കാലം ഓർക്കുന്നില്ലേ? ഇപ്പോൾ ചെല്ലും, ഇപ്പോൾ സ്വപ്നം പിടിക്കും. സാർ, ഒരു ദിവസം 2 ദിവസം കത്തിച്ചു നിർത്തിയ ഒരു വാർത്തയാണ് ഈ വാർത്ത. ഇ ഡി സമൻസ് അയച്ചു, മുഖ്യമന്ത്രിയുടെ മകനെ, മുഖ്യമന്ത്രി കുറ്റക്കാരൻ, ഡിബേറ്റിൽ സംസാരിക്കുന്നു എന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്രയും ഈസി ആയിട്ട് പറയാം. അത് ഒരു കാര്യങ്ങൾ സാർ ശ്രദ്ധിച്ചോ? ഇന്ന് വേറൊരു വാർത്ത ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിനെതിരായിട്ടുള്ള കേസ് തേജസ്വി യാദവിനെതിരായിട്ട് കുരുക്ക് മുറുകിയെന്നായിരിക്കുന്നത് ബീഹാറിൽ. അത് അവരും ഇലക്ഷൻ വരുന്നു, ഈ പ്രധാനപ്പെട്ട 2 പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് അവിടെ കേസ് തുടങ്ങിയിട്ടുണ്ട്, അവരോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ കുരുക്ക് മുറുകേണ്ട ആവശ്യമില്ല. മോഡി കുരുക്കാതെ തന്നെ ആ കക്ഷത്തിലേക്ക് പിണറായി വിജയൻ തല കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി മോഡി പറയുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും.